أشهد أن لا മോനെ ഷെരീഫേ, എടാ ഷെരീഫേ, 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 എടാ ഷെരീഫേ, ഷെരീഫേ, എടാ ഷെരീഫേ, പോത്തിനെ പോലെ കിടന്ന് ഉറങ്ങണുണ്ടായേക്കൻ. എടാ എണീക്കടാ, പണിക്കോണ്ടേ നിനക്ക്. ഈ ചെക്കൻ്റെ ഒരു കാര്യം നേരെ എത്ര അയക്കണമെന്നാ വിചാരം? എടാ അസർവാങ്ക് കൊടുക്കാറായടാ, എണീക്കടാ. ഹലോ, ആയിക്ക 10 പൊറോട്ട, ഒരു ബീഫ് സ്റ്റാപ്സ്, ഒരു ബീഫ് റോസ്റ്റ് വെച്ചാലോ? അല്ലേ വേണ്ട, ഒരു മട്ടൻ ചാപ്സ് വെക്കാം, അതാകുമ്പോൾ രാവിലെ അടിപൊളിയായിരിക്കും. പിന്നെ എൻ്റെ ഒരു ചിക്കൻ റോസ്റ്റ് വെക്കും, അതിൻ്റെ ഒരു സന്തോഷം. ഓക്കെ ഓക്കെ, ഇപ്പം എത്തിച്ചേക്കട്ടാ, ഇപ്പം എത്തിച്ചേക്കാം. ഓക്കെ ബൈ. ഹലോ, ചേട്ടാ, ഞാൻ ദേത്തിട്ടാ. എടാ നാസ്താക്കിട്ട് പോടാ. എനിക്ക് വേണ്ട ഉമ്മ. എന്നീ ചായെങ്കിലും കുടിച്ചിട്ടോ? എനിക്ക് വേണ്ട ഉമ്മ. ചെക്കന്റെ ഒരു കാര്യം. ബാക്കി എന്റെ ഉമ്മ ഓടിച്ചോ. ഈ ചെക്കന്റെ ഒരു കാര്യം. കണ്ണു കരളിൽ വാടാ. പെട്ടെന്ന് ഉറക്കോടാ നീ? ഉറക്കോ? എടാ ഞാനിന്നലെ 4 സിനിമ കണ്ടടാ. അതിനെന്തേ മൊബൈലൊന്നുമില്ലല്ലോ? അതെ, നമ്മുടെ സുഹൃത്തില്ലേ, സുഹൃത്ത നെറ്റ് കിട്ടില്ല കൊണ്ട് കൊണ്ടു തന്ന്. ഞാൻ അതിനകത്ത് നോക്കിയപ്പോ 2 GB. അച്ഛനും 4 സിനിമ ഉറങ്ങിയിട്ടില്ലടാ. സുഹൃത്താക്ക് നെറ്റ് കിട്ടൂല, ഒരു കോപ്പും കിട്ടൂല. പന്നിയാടാ നീയൊക്കെ. പിന്നെ ഉറക്കം വന്നിട്ട് പാടില്ലടാ. തിരക്ക് കൂടുന്ന സമയമാണ്. എടാ നാസറേ, എടാ അവിടെ ഇതിന് ഗ്രേവി കൊടുക്കടാ. ഇതാ അവിടെ ആ പൊറോട്ട കൊടുത്തേ, ആ ചിക്കൻ കൊടുത്തേ. ഇവിടുത്തെ മട്ടൻ ചാപ്സ് എന്ന് പറഞ്ഞാൽ ഫേമസ് അല്ലേ, ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും വരും. ഇവിടെ സ്ഥിരമാക്കിയോ? ഷെരീഫേ, ഉച്ചക്ക് 4-5 നെയ്ച്ചോറും ചിക്കൻ ബിരിയാണി പാഴ്സലുള്ളതാണ്. അതെ, മുട്ട ക്ലോസ് ഉണ്ടാ? മുട്ട വെക്കാത്ത ക്ലോസ് ഉണ്ട്. എന്താ വേണ? ഷെരീഫേ, ഇവനെ പോലുള്ള അലവലാദികളെ കൂടെ കൊണ്ട് നടന്ന നിന്റെ ഉള്ള ബലയും കൂടി പോട്ടാ. പാടാപ്പ വിളവ് ഞമ്മളോടാ. ഇവിടെയാണോ? നീ ഏതും കൊടുത്തേക്കട്ടാ.
ഞാൻ പാലെടുത്തിട്ട് വരാം. നീ കൊടുക്കണോ ഇത് കൊടുക്കടാ, എനിക്ക് പാല് കൊടുക്കണം. എടാ, ഇത് പോരാ പോയാ ഇത്. ദാ, ഞാൻ കാണിച്ചു തരാം നിനക്ക് കേട്ടാ. ചേച്ചി 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 ഈ മട്ടന്റെ മാടിച്ച ഏത് പട്ടിയാണ് കുറയ്ക്കാത്തത്? അങ്ങനെ നിങ്ങൾ മട്ട തിന്നണ്ട. ചേച്ചി കവറോട് തിന്നണ്ട. ആ ഷെരീഫ് അവിടെ വാ. ചില്ലാണല്ല. എന്തേ? എടാ കുവൈറ്റിലേക്ക് 11 കാഷ്വൽ ലേബേഴ്സിന്റെ ചാൻസ് ഉണ്ട്. നിന്റെ പരിചയത്തിൽ വല്ല പിള്ളേരുണ്ടാവും? ഞാൻ മതിയാ. എടാ ഞാനത് പറയാനിരിക്കാണ്. നിനക്ക് താല്പര്യമുണ്ടാ? മഹർ എത്ര വരും? 75 രൂപ വരും. നീ ആണെങ്കിൽ ഒരു 65 തന്നാ മതി. 10ന്റെ കൂറില്ലാത്ത ടീം വന്നവരുടെ വെടി. ഫ്രീ ചാൻസ് വല്ല ഉണ്ടേ പറ, നമുക്ക് നോക്കാം. സമയം എത്ര? 8:10. അല്ലോ 8:20 ബസ്സാണ്. ഞാൻ പോണ്ട വടി. ബൈ. നടക്കല്ലേ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഈവനിങ്ങിൽ കാണാം. രാത്രി മക്കാരിക്കൻ്റെ അവിടെ മേന്തിയല്ലേ? ഞാൻ 6 മണിക്ക് തന്നെ വരും. ശരി, കാണാട്ടാ. इश्क मेरा रंग लाया ओ प्रिया, ओ प्रिया, പടി എവിടെയാണ്? തിരക്കാടാ, തിരക്കാണ്. നമ്മക്കെന്ത് തിരക്ക് പടി? നമ്മുടെ തിരക്കൊക്കെ കൊറോണ കൊണ്ടുപോയില്ലേ? CC അടച്ചിട്ട് 3-4 മാസമായി. നമ്മളെ വണ്ടി എപ്പോഴാണ് CC പെമ്പിള്ളേർ വന്ന് കൊണ്ടുപോകണമെന്ന് അറിയാൻ പാടില്ല. എടാ നീ ആ മജീദിനെ കണ്ട? ദേ കിടക്കണ്. ഇവനിവിടെ എത്തിയ എണീക്കടാ. ഒന്ന് എണീക്കട മജീദ് അങ്ങട്. തീറ്റ ഉറക്കം മാത്രമുള്ള പയ്യന് ഇപ്പൊ പേടിച്ചാനെ. ഞാൻ പൊറോട്ട എന്തെടാ? ഏത് പൊറോട്ട? എടാ മട്ടൻ ചാപ്സ് ഇല്ലേ? ഏത് മട്ടൻ ചാപ്സ്? ആ ചേച്ചി നിന്നെ അന്വേഷിക്കണണ്ടാ. അത് ഞാനത് തിന്നടാ. എടാ അവിടെ ചേച്ചിയും ചേട്ടനും മാത്രമേ ഉള്ളൂ. അവർക്ക് ബീഫും ചിക്കനും മാത്രം പോരെ. പിന്നെ ഈ പൊറോട്ട മട്ടനൊക്കെ എന്തിനാടാ? അത് ഞാൻ തിന്നു. എടാ സ്നേഹവും ഭക്ഷണവും പാഴായി കളയുന്നതാണ് ഗാന്ധിജി പറഞ്ഞേക്കുന്നത്. അതപ്പ പറഞ്ഞു ലെനിൻ പറഞ്ഞതിന്റെ പുറകെ പറഞ്ഞത് നീ കേട്ടില്ലേ? കോപ്പാണ്. നിങ്ങടെ ഇറങ്ങിക്കേ. ആ നിങ്ങടെ ഇറങ്ങടാ. മജീദേ,
അപ്പൊ ടീമേ വൈകിട്ട് നമുക്ക് പരിപാടി കാണാം ആടാ, റോക്കി. കേട്ടാ ഓക്കെ ആ 2 കിലോപ്പായ 100 രൂപ 2 കിലോപ്പായ 100 രൂപ 2 കിലോപ്പായ 100 രൂപ 100 രൂപ 100 രൂപ 100 രൂപ ആ കുമ്പട്ടിങ്ങ നല്ല കുമ്പട്ടിങ്ങ കുമ്പട്ടിങ്ങ ആ 2 കിലോപ്പായ ഒരു കുമ്പട്ടി ഫ്രീ വാ ചേട്ടാ വാ കുമ്പട്ടി ഫ്രീ ആ ചേച്ചി വാ ഓയ് വൈകിട്ട് പരിപാടി വരില്ലേ? വൈകിട്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം. എടാ, ഇപ്പൊ വരണ്ട, പണ്ടാരം വൈകിട്ട് വന്നാ മതി. എടാ, വൈകിട്ട് വന്നാ മതിയെടാ, ഇപ്പൊ വരണ്ട. സമയമുണ്ട്. എന്താണ് കാണിക്കുന്നത്? അത് വെക്കടാ ഏ? എന്നാ ഇത് ചീന പോയത് കൊണ്ടേ തിന്നടാ. ആ ഞങ്ങ ചെയ്യുന്നത് ആ വക്കീല് വന്നല്ല. ആ വക്കീല് വരണ്ടല്ല. എടാ ഇന്നൊരു ജാമ്യ കേസ് ഉണ്ടടാ, ഒരു 100 രൂപ ഇങ്ങോട്ടാ. എന്റെ മൂന്നാമത്തെ കൊച്ചിന്റെ വയറിളൊക്കെ ആയിട്ട് ആശുപത്രി കൊണ്ടൊക്കെ ആശുപത്രി ഞാൻ നിക്കണ്. നിന്റെ കയ്യിലുണ്ടാ? എന്നാ ഓക്കെ. വേണ്ടടാ, അതൊന്നും വേണ്ടടാ, അതൊന്നും സാരമില്ല. വേണ്ടടാ. നിനക്ക് ഞാൻ ഒരുപാട് കാശ് തരാനുണ്ട്. അതൊന്നും നോക്കണ്ട, വെച്ചാ അങ്ങോട്ട്. ഓക്കെ. എടാ അയാളെപ്പോഴും പൈസ ചോദിക്കുമ്പോ കൊടുക്കാൻ നിന്റെ ബാപ്പയാള്. എടാ വാപ്പില്ലാത്ത എനിക്ക് അങ്ങനെ ഒരു വാപ്പ തന്നെടാ. നീ ആ കാശ് കൊടുക്കേണ്ടി വരും കേട്ടോ. എന്തിന് അതൊന്നും കൊടുക്കേണ്ടി വരില്ല. ആ ചേച്ചി ഉണ്ടല്ല, ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. ചേച്ചി രാവിലെ ഇട്ട ഫോട്ടോക്ക് ഞാൻ മാർവലസ് ഫാന്റാസ്റ്റിക് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടപ്പെട്ടല്ല. ചേച്ചി ഭയങ്കര ഹാപ്പിയാണ്. നീ നോക്കിക്കോ, അടിപൊളിയാണ്. അടിപൊളിയല്ല, പൈസ അടിപൊളി കൊടുക്കേണ്ടി വരില്ല. കാണാം. ആ കാണാം. ആടാ. എന്താ പറ. എടാ നീ കള്ളക്കളി കളിച്ചോ? ഒറ്റ അടി അടിക്കും ഞാൻ. ഓടുന്നു കളിച്ചാ? ഇതിനകത്ത് എന്ത് കള്ളക്കളി കളിക്കാൻ? പറ ഹെഡ് വാഴാണത്. എടാ നീ കള്ളക്കളി കളിച്ചോ? എടാ പന്തങ്ങൾ ഇട്ടോടാ. ചോട്ടു വിട അങ്ങോട്ട് പാസ് ചെയ്യടാ, അങ്ങോട്ട് പാസ് ചെയ്യ. ആടാ. ആ, എനിക്ക് കിട്ടി, കിട്ടി. ഓടിക്കോ മജീദേ, ഓടിക്കോ. മജീദേ, പോസ്റ്റ് ചെയ്തോ, ഓടിക്കോ. ആൻബോൾ. കളഞ്ഞല്ല. ഇങ്ങോട്ട് പാസ് ചെയ്യ, അങ്ങോട്ട് പാസ് ചെയ്യ. എടാ കേറി കളി. അടിയടാ ഹായ്. സാറില്ല തിരിച്ചടിക്കാട്ടെ നമുക്ക്. ചോട്ടു എടാ ഷെരീഫിനെ കവർ ചെയ്യടാ ഷെരീഫിനെ. മജീദേ, നീ ഇങ്ങോട്ട്. അയ്യോ, ഗോള്. മുന്നേ കയറി. ഇവിടെ ഗോളി. പാസ്. ആടെ പിടിച്ചോ മജീദെ, കിട്ടിയ കാലുകൊണ്ട് പറ്റില്ലെങ്കിൽ പല്ലുകൊണ്ട് കടിയടാ. പോയാ നീ എന്ത് പറ്റിയടാ? എനിക്ക് കാല വരെ അങ്ങ് അടിച്ചാലവനെ. അല്ല പണിയായ. വക്കീലെ ഇറങ്ങണ്ട. ഞാനേ പഴയ പെല്ലായിരുന്നു. ആ ശരിയാണ്, പെലയുടെ കൂടെ മോനെ കൊണ്ട് ചേർത്താ സൂപ്പറായിരിക്കും. ഒന്ന് പോടെ. അടുത്ത വക്കീലെ പിടി. ഒരു പണി അടുത്ത കോളി വക്കീലേട്ടാ. നിക്ക്. എന്നാ വാച്ച് പിടി. എന്നാ വാച്ച്. വക്കീലെ വേണ്ടട്ടാ, അവന്മാര് പലതും പറയും. എന്നാ വാച്ച് പിടി. വാ. എന്നാ ഞാനൊരു പൊളി വക്കീലെ പെനാൽറ്റി പിടിക്കണോട്ടാ. കണ്ണുപിടിക്കണില്ലട്ടാ, പയ്യടിച്ചാ മതിട്ടാ. ഗോള് വന്ന് താഴ്ത്തി അടിച്ചാൽ മതി, പുള്ളി പിടിക്കൂല.
അപ്പടിയാടാ ഓടിയോടെ പൊക്കിക്കോ. നല്ല എടാ, ഞാൻ വീഴൂടാ. എടാ, ഞാൻ വീഴൂന്ന്. എടാ, പതുക്കെ. എടാ, ഞാൻ വീഴൂന്ന്. എന്റെ ഈശോയെ, ഇവരെന്താണ് ഈ എന്റെ അമ്മേ. ഓ, എന്റെ ഈശോ. അടിച്ച് ഓ പണ്ടാരടങ്ങാനായിട്ട് കാലത്തെ തുടങ്ങിയതല്ലേ ടിവിയുടെ മുമ്പിലുള്ള ഇരിപ്പ്. പെണ്ണുങ്ങളുടെ ചന്തി കുലിക്കുള്ള ഡാൻസും കണ്ട് രസിക്കാണ്. കെട്ടുപ്രായം കഴിഞ്ഞൊരു പെണ്ണ് വീട്ടിലുണ്ടെന്നുള്ള വല്ല വിചാരം ഉണ്ടോ നിങ്ങക്ക്? എടി വീട് വെക്കണം കല്യാണം എന്നൊക്കെ പറഞ്ഞാല് അതൊരു യോഗാടി. അത് സമയമാകുമ്പോ നടക്കുള്ളൂ. അത് പടച്ചോൻ തന്നെ തീരുമാനിക്കണം. ചെക്കനൊരുത്തൻ ഗൾഫിൽ കിടന്ന് പണിയെടുക്കണോണ്ടാണ് 3 നേരം കഞ്ഞി കുടിച്ചു പോണത്. വല്ല പണിക്കും പോ മനുഷ്യ. പണി എടുത്തോണ്ടല്ലടി 2 മക്കളുണ്ടായത്. വേണ്ടാട്ടാ. മോനെ സലാമേ, എന്താടാ അടുത്താഴ്ച നീ വരണണ്ടെന്നാ? എന്താണ് ഖദീജ എന്തെടുക്കണ്? സൂക്ഷിച്ചാ, അവക്കിത് മാസം 7 നിങ്ങൾ തന്നെ സലാമേ, വാപ്പയ്ക്ക് എന്തോ പറയാനുണ്ട്. എനിക്ക് താടി കൊടുക്കണ്ടെന്നാ? താടി ഇങ്ങോട്ട്. ഹലോ സലാമേ, എന്റെ വാപ്പാന്റെ ഐഫോൺ. സലാമേ, എടാ സലാമേ, സലാമേ. അവൻ കട്ട് ചെയ്ത് ഒരു ഐഫോൺകാരൻ. എടാ സലാമേ. ഷെരീഫേ, നിന്നിപ്പോ കാണുന്നില്ലല്ലോ. കുറച്ച് തിരക്കായി പോയിന്ന്, പണിയൊക്കെ ആയിട്ടെ കുറച്ച് തിരക്കായിരുന്നു. അല്ല, എന്താണ് ഇപ്പൊ വിശേഷം? എന്തോ മെഹന്തി ഇടാൻ പോകാണ്ടെന്ന് പറഞ്ഞു. ചമ്മന്തിയാ? ചമ്മന്തി അല്ല, മെഹന്തി. എന്തൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. അതെ, നമ്മുടെ മക്കാരിക്കാന്റെ മോക്കടെ നിക്കാഹിന്റെ മെഹന്തിന്റെ ഓർഡർ നമ്മുടെ ഐഷക്കാണ്. അതെ, ഐഷ മോളെ, ഐഷ ദേ ഷെരീഫ് വന്നേക്കണ്. വാ മോളെ, അവൻ കാത്തു നിന്ന് സമയം കളയണ്ട മക്കളെ, പോയിട്ട് വാ. ശരി എന്നാ. ഇന്നാ മോനെ താക്കോല്. നോക്കിയും കണ്ടൊക്കെ പോണോട്ടാ. മെഹന്തി കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നേക്കണം. അധികം താമസിക്കണ്ട. എന്നാ ചെല്ലു മക്കൾ. ഈ പോക്കത്ര ശരിയല്ലാട്ടാ. എന്ത് ശരിയല്ലെന്ന്? എരിയുന്ന കനലിലെ അല്പം മണ്ണെണ്ണ വീണാലേ അതാളി അങ്ങ് കാത്തും. അവൻ നിങ്ങളെ പോലെയൊന്നും അല്ല, നല്ല മര്യാദക്കാരനാ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങളൊന്നും പറയണ്ട, പോയി മഗ്‌രിബ് നിസ്കരിക്കാൻ നോക്ക്. നമ്മുടെ കിണരിരിയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെ ആയി. ഇതുവരെ ഒരു മണ്ണെണ്ണയും വന്നില്ല. എന്ന് മെഹന്തി ഓർഡർ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടണതേ 1000 ഉലുവയാണ്. മക്കാനിക്കട മൂക്കട കയ്യിൽ മെഹന്തി ഇട്ടാ 500 രൂപ കൂടുതൽ അയാൾ തരൂല. ഭയങ്കര പിശുക്കനാ, മഹാപിശുക്കൻ. ആകാശം എനിക്ക് നീ എടുത്തോടാ.
ചേട്ടാ എനിക്കൊന്നും വേണ്ട നിന്റെ കാശ്. സത്യത്തിലേ ഞാൻ ഈ മെഹന്തി ഇടാൻ പോണ എന്തിനാന്നറിയോ? നിന്നെ കാണാനാ. അതെനിക്കറിയാം. ഇളിക്കല്ലേ ഇളിക്കല്ലേ, വേഗം വണ്ടി വിട്, മെഹന്തിക്ക് ടൈമായി. ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. പൂനിലാവിൻ കമ്മലിട്ടൊരു പുള്ളിമാനേ നീയൻ നെഞ്ചിനുള്ളിൽ കൊള്ളിമീനായി വന്നു ചാരേ. പൂനിലാവിൻ കമ്മലിട്ടൊരു പുള്ളിമാനേ നീയൻ നെഞ്ചിനുള്ളിൽ കൊള്ളിമീനായി വന്നു ചാരേ. പുഞ്ചിരി കൊണ്ടൊരു പൂമാല എന്നെ അണിഞ്ഞു കൊതിച്ചവളെ, നിന്നെ എടുത്തു തനിച്ചു പറന്നൻ മഞ്ചലിലൊപ്പമുറക്കും ഞാൻ. കാത്തിരുന്നോരഴകല്ലേ, കാണുമ്പോൾ അതിമധുവല്ലേ, നിന്നെ നുണഞ്ഞൊരു പൊൻകരിവണ്ടായി ചുണ്ടിലൊളിച്ചു കളിക്കില്ലേ. പൂനിലാവിൻ കമ്മലിട്ടൊരു പുള്ളിമാനേ നീയൻ നെഞ്ചിനുള്ളിലെ കൊള്ളിമീനായി വന്നു ചാരേ. പൂനിലാവിൻ കമ്മലിട്ടൊരു പുള്ളിമാനേ നീയൻ നെഞ്ചിനുള്ളിൽ കൊള്ളിമീനായി വന്നു ചാരേ. ഓ ഉള്ളു നിറച്ചൊരു പെണ്ണല്ലേ, കണ്ണു നിറച്ചതും അവളല്ലേ, കിസ്സകൾ പാടിയുണർത്താനിക്കുറി പക്ഷികളായി നാം ചേരില്ലേ. ഇക്കരയെങ്ങുമേ അവളില്ല, അക്കരെ കാണുവതറിയില്ല, പ്രാണൻ പോയൊരു പൊങ്ങിൻ തടി പോൽ തീരം തേടിയലഞ്ഞില്ലേ. പൂനിലാവിൻ കമ്മലിട്ടൊരു പുള്ളിമാനേ നീയൻ നെഞ്ച
ചാരേ പൂനിലാവിൻ കമ്മലിട്ടൊരു പുള്ളിമാനേ നീയൻ നെഞ്ചിനുള്ളിൽ കൊള്ളിമീനാൻ വന്നു ചാരേ പൂനിലാവിൻ കമ്മലിട്ടൊരു പുള്ളിമാനേ നീയൻ നെഞ്ചിനുള്ളിൽ കൊള്ളിമീനാൻ വന്നു ചാരേ വന്നു ചാരേ. ശുക്രിയ ശുക്രിയ. സൂപ്പർ. ബായ് കളിക്കി അടിപൊളി. അടിപൊളി അടിപൊളി. പൊളിയായിരുന്നു ഭായി, അടിപൊളിയായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എത്ര നാളായെന്നറിയോ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കണ്ടിട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ബായ് ബായ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. സന്തോഷം. സത്യമായിട്ടും ഭായി ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. നമ്മളിനി എന്നാണ് പോയി കാണുന്നത്? ഞാൻ ബോംബെക്ക് പോവുകയാണ്. അവിടെ ഒരു മെഹഫിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച തിരിച്ചു വരും. നമ്മുടെ കൊച്ചിയും മട്ടാഞ്ചേരിയും വിട്ടിട്ട് നമ്മൾ എവിടെ പോവുകയാണ്? എന്താ ശരിയെന്നാ? ശരി ഭായി, ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഭായി, ഓക്കേ ഓക്കെ ബായ്. ഒന്ന് നിന്നേ. വക്കീലിനെ കൊണ്ടുപോകുന്നില്ലേ? ഞാനൊന്നുമില്ല, വാടാ നമുക്ക് പോടാ. നീ വാടക വക്കീലേ ഭായി എനിക്ക് വീട്ടിൽ പോണ്ടേ? മോനെ, ഇതാണ് ഗുരുത്വം. മോന്റെ ബാപ്പാന്റെ പ്രായമുണ്ട്. നന്നായി വരും, നന്നായി വരട്ടെ. നന്നായി വരും. എടാ ബിവറേജിന്റെ അവിടെ നിർത്തണേ. ഉറങ്ങാനായിട്ടൊരു ക്വാർട്ടർ കൂടി മേടിക്കണം. ശരിയല്ല. പടച്ചോനെ, ഈ കൊറോണ കാലത്ത് തോന്നിയ പോലെയാണ് കറണ്ട് ബില്ല്. വാതിലും തോന്നിട്ട് എവിടെ പോയി? ഉമ്മാ പാപ്പാ, പാപ്പാ, ഒരു കള്ളം കേറിയാ പോലും നിങ്ങൾ അറിയില്ല. 24 മണിക്കൂർ TV കാണില്ല പണ്ടാരം ഉറങ്ങാനായിട്ട്. നീ എപ്പോ വന്നടാ? പഠിച്ചോണ്ട് നമ്മുടെ പേര് മറന്നില്ല. ഒന്ന് പോ പാപ്പാ. എടാ മോനെ സലാമേ, നീ എപ്പോ വന്നടാ? ഒരു വാക്ക് നീ പറഞ്ഞില്ലല്ലോടാ എന്റെ മോനെ. എന്നാലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടാ മോനെ. അമ്മ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വന്നാ. ഐശ്വയുടെ അവളകത്തുണ്ട്. ഉമ്മ ഈ പെട്ടിയെടുത്ത് അകത്ത് വെച്ച് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ശരിയാക്കി തരാ. പടച്ചോനെ, ഇങ്ങേര് തന്നെ കൊണ്ടേ പോവുള്ളൂ. സ്വന്തം എന്താണ് ഈ കാണിക്കണത്? ബാപ്പാ, ഞാൻ പോണ വരെ TV എങ്ങാനും ഓൺ ചെയ്താ ബാപ്പയാന്ന് ഓർക്കൂല. അള്ളാണ് ഏഷ്യാൻ്റെ കണക്ഷൻ ഞാൻ കട്ടി. ആലാക്കിൻ്റെ അവലും കഞ്ഞി. ഖദീജയ്ക്ക് ഇത് മാസം 7. ഒടുക്കത്തെ ഛർദില. എനിക്കാണ് ഓഫീസിൽ പണ്ടാര പണി. അനങ്ങാൻ നിവൃത്തിയില്ല. ഒരാളെ കിട്ടാൻ യാതൊരു നിവൃത്തിയില്ല.
ഞാൻ ഐഷനെ അങ്ങ് കൊണ്ടുപോകാൻ പോവാ. അതിനവള് പഠിക്കണല്ലേടാ. അവള് BA-ക്കല്ലേ പഠിക്കണേ, MBBS-നൊന്നും അല്ല. എന്നാ ഉമ്മ ഒരു പണി ചെയ്യ്. ഉമ്മ അങ്ങോട്ട് വാ. അതാണ് നല്ലത്. കൊണ്ടുപോയിക്കോ, മനസമാധാനം കിട്ടൂല. ഞാനൊന്നും പോവൂല. ഇവിടെ മിണ്ടാപ്രാണികളൊക്കെ ഉള്ളേണ്. പശു, ആട്, കോഴി, ഇതിലേക്ക് ആര് നോക്കും? ഞാൻ പോവില്ലെന്ന്. വിസയും കാര്യങ്ങളൊക്കെ റെഡിയാണ്. പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ പോവില്ല പാപ്പാ. മോളെ, മോന്റെ ചെലവിലിരിക്കുന്ന ബാപ്പാക്കും ആങ്ങളുടെ ചെലവിലിരിക്കുന്ന മോക്കും ഈ എല്ലാം സഹിക്കേണ്ടതായിട്ട് വരും മോളെ. നീ പോയോ? ഞാൻ എന്ത് ചെയ്യും? പോവാണ്ടിരിക്കാൻ പറ്റൂലടാ. സലാമക്കാന്റെ ചെലവിലല്ല ഞങ്ങൾ കഴിയണത്. ഇക്ക പറയണത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അതിന്റെ ഒടുക്കത്തെ അഹങ്കാരം ഇക്കാക്കുണ്ട്. പ്രസവം കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ലേ? അത് നടക്കൂലടാ. ചുരുക്കി പറഞ്ഞ ഒരായിപ്പണി. ശമ്പളവും തരണ്ട, തീറ്റ മാത്രം മതിയല്ലോ. നീ വിഷമിക്കണ്ടടാ, ഞാൻ ഡെയിലി വാട്സപ്പ് കോൾ ചെയ്തോളാം. നിനക്ക് അമീർ ഖാൻ ഒന്ന് പോയി കണ്ടൂടെ? മൂപ്പരെ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി തരൂ. നിനക്കൊരു ജോലി ആയാലേ എല്ലാം ശരിയാവുള്ളൂ. ഞാൻ പോട്ടെടാ, ഒരുപാട് നേരമായി. അതങ്ങെടുക്ക്. ഇതൂടെ ഇത് പിടിച്ചു. വണ്ടി വീട്ടിൽ കൊണ്ടിട്ടോണം. കണ്ട ചെറ്റ പിള്ളേരുടെ കറങ്ങിടക്കരുത്, മനസ്സിലായില്ലേ? എൻ്റെ പഴയ സ്വഭാവം കാണിക്കരുത്. ഇങ്ങോട്ട് വാടി നോക്കാൻ വേണ്ടി. ഉള്ളു നിറച്ചൊരു പെണ്ണല്ലേ, കണ്ണു നിറച്ചതും അവളല്ലേ, കിസ്സകൾ പാടിയുണർത്താനിക്കുറി പക്ഷികളായി നാം ചേരില്ലേ. ദുബായില് ചാൻസ് ഉണ്ട്, പക്ഷേ അതൊന്നും വേണ്ട. ആ ബുദ്ധിമുട്ടാണ്. നീ അതിലൊന്നും പോണ്ട. എന്ത് പണിയാണല്ലോ ഞാൻ പോയിക്കോളാം. കൺസ്ട്രക്ഷൻ പണിയാടാ, നീ മുക്കറിടും. സാരമില്ല, ഞാൻ പോയിക്കോളാം. നിനക്ക് സമ്മതമാണെങ്കിൽ 2 ദിവസം പോവാം. ഫ്രീസയാണ്, അവിടെ പോയി ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്നാലും എന്ത് ചെലവ് വരും? ഇപ്പോഴത്തെ അവസ്ഥയിൽ തൽക്കാലം ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം മതിയാവും. എന്നാലും ഉദ്ദേശം എത്ര വരും? 35,000 രൂപ വരും. എൻ്റെ ഓട്ടോറിക്ഷ വേണേൽ വിൽക്കാടാ, ഒരു 10-20,000 രൂപ കിട്ടും. അതൊന്നും വേണ്ട. നമുക്ക് പോയി പലിശക്ക് എടുത്താലോ? എന്നിട്ട് വേണം കോടതി കയറി ഇറങ്ങി നടക്കാൻ. എനിക്ക് അത്യാവശ്യമായിട്ട് പാസ്പോർട്ട് ഓഫീസ് വരെ പോകണം.
നിങ്ങൾ ആലോചിച്ചിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാം. ഓക്കെ? ഓക്കെ ഓക്കെ. നല്ലൊരു ചാൻസ് ആയിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എല്ലാം ശരിയാകും. ഒരു രക്ഷയില്ലടാ. ഞാനിങ്ങനെ സലാമിന്റെ ചെലവിലല്ലേ ഞാൻ ജീവിക്കണത്. നിനക്കറിയാലോ, പുറത്തിറങ്ങി ഒരു ചായ കുടിക്കണമെങ്കിലേ ഉമ്മാന്റെയും മോന്റെയും മുമ്പിൽ ഞാൻ ഇറക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഹലാക്കിന്റെ ടിവിന്റെ മുമ്പിൽ ചെന്ന് ഇരിക്കണത്. മോനെ മോനെ നീ ബേജാറാവണ്ട ഷെരീഫേ. ഏ ഇന്നലെ ആയിഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ സ്വർണവും പണ്ടൊക്കെ ഇവിടെ വെറുതെ ഇരിക്കല്ലേ. നീ വല്ല സൊസൈറ്റിയിൽ എവിടെയെങ്കിലും കൊണ്ട് പണയം വെച്ചിട്ട് വിസക്ക് കാശ് കൊടുക്കാൻ നോക്ക്. അൽഹംദുലില്ലാ. അത് സലാം പറഞ്ഞ കുഴപ്പാവൂലേ? ഒരു കുഴപ്പമാവൂല. അവന് ശമ്പളം കിട്ടുമ്പോ സ്വർണ്ണം ഒടിപ്പിച്ചു തരുമെന്ന്. നീ കൊണ്ട് പണയം വെക്കും മോനെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. പോട്ടെ എന്നാ. ശരി എന്നാ ഐഷ, താങ്ക്സ്. ശരി എന്നാ. കുട്ടികളുടെ ഒരു വാ, സ്നേഹം ആ. ഓ ആ ടെൻഷൻ അങ്ങോട്ട് മാറി. ഇത്രയും പെട്ടെന്ന് ശരിയാവുന്ന ഞാൻ വിചാരിച്ചില്ല. കൊറേ നേരമുള്ള ഇവന്മാര് പോട്ട് കാണില്ലടാ. എടവാ ദൂരി, ഇതൊക്കെ കുറെ സമയം എടുക്കണ കാര്യമാണ്. പാസ്പോർട്ടിൽ പേര് മാറ്റില്ലേ നിസ്സാര കാര്യമല്ല. എന്റെ പേര് ഇതുപോലെ പ്രശ്നമുണ്ടായി. എന്നിട്ട് പള്ളിയിലെ മുക്കിനെ അത് തിരുത്തി തന്നു. ആ മുക്കിന്റെ അഡ്രസ് എന്തിനാടാ? അവനെ പിടിച്ചാ കത്താക്കാനടാ. ഒന്ന് പോടാപ്പെന്ന്. എടാ ഇപ്പോഴത്തെ വൈദികന്മാരാണ് ഇങ്ങനത്തെ പണിയും കൊണ്ട് കിടക്കണത്. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? നീ ഒന്ന് പോടാപ്പെന്ന്. ആ ഇതാ വന്നല്ല. എന്തായി? എല്ലാം ശരി. എടാ വക്കീല് നമ്മൾ വിചാരിക്കുമാര് ചില്ലറക്കാരനല്ലട്ടാ. വക്കീലിന്റെ പേര് പറഞ്ഞതും സംഗതി എല്ലാം ഓക്കെ. ആണോ? പുള്ളിയുടെ പഴയ പാർട്ടി കമ്പനികളായിരിക്കും. എനിക്കൊരു വിശേഷം. ഞാനൊന്ന് ആദ്യം അവിടെ പോട്ടെ. അവിടെ കുമ്പട്ടിങ്ങ കച്ചവടമൊന്നുമില്ല. എടാ അവിടെ ഈന്തപ്പഴം ഉണ്ട്, ഈന്തപ്പഴം. എന്തായാലും മതിയാ, എനിക്കൊന്ന് രക്ഷപ്പെടണോടാ. നിനക്ക് പറ്റൊരു പണി ഞാൻ പറയാം. അവിടുത്തെ കാട്ടറബിക്ക് അടിമയാവാൻ. എടാ ഷെരീഫെ, നീ എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു ഗൾഫ് പ്രോഗ്രാം പിടിച്ചു തരണം. ഞാനൊരു ഗായകനാവണമെന്ന് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു. ഒരു പ്രോഗ്രാം പിടിച്ചു തരണം. എടാ ഞാൻ പോണതേ ലേബർ പണിക്കാണ്. തിന്നാൻ പോലും എല്ലാം കൊണ്ട് പടച്ചോനറിയാം. എടാ നീ രക്ഷപ്പെടും, നോ പ്രോബ്ലം. കൂടെ നമ്മളും രക്ഷപ്പെടോടാ. നീ ഒന്ന് രക്ഷപ്പെട്ടിട്ട് വേണം നിന്റെ ഡ്രാഫ്റ്റ് മാറി എനിക്ക് ഇവിടെ എറണാകുളം സിറ്റി ഒന്ന് ചെത്തി നടക്കാൻ. എന്നാലും നീ പണിക്ക് പോവില്ലല്ലേ? ഷെരീഫെ, നമുക്കിത് അടിച്ചു പൊടിക്കടാ. ഞാൻ എറണാകുളം മുഴുവൻ ഇത് കണ്ടിട്ടില്ലടാ. സത്യം സത്യമായിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ലടാ. പോടാ, നമുക്ക് പോടാ. വേഗം പോടാ, വേഗം പോടാ. എവിടെ പോണീ? സുഭാഷ് പാർക്കിൽ കൂട്ടിന് നിന്നെ പോലെ ഒരെണ്ണുണ്ട്. ആ നിന്നെ അവിടെ തള്ളിട്ട് പെരുമാരിയാക്കല്ലേ. നിന്റെ ഒരു വെള്ളിയിട്ടോടും ആ കൂട്ടിൽ കടന്ന് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. ഇതാണോ എറണാകുളം സുന്ദരി? ഹലോ. പിന്നെ ഭയങ്കര സുഖാടാ. രാവിലെ അടുക്കള കയറിയ രാത്രി ഇറങ്ങണത്. ബേജാറാവണ്ട, എല്ലാം ശരിയാവും.
ഒരു പ്രതീക്ഷയിലാണ്. എന്തായാലും നിന്റെ വിസ റെഡിയായല്ലോ, നീ ഇങ്ങോട്ട് കയറി വാടാ. എന്തിനാണ്? നിന്നെ കാണാൻ. അതെനിക്കറിയാട്ടാ. ആയിഷ, ആയിഷ, ഹലോ ഇക്ക, നീ അവിടെ എന്തെടുക്ക? ഞാൻ ഓതനേക്കാ. ഞാൻ പിന്നെ വിളിക്കാട്ടോ, നീ പൊക്കോ. ശരി, നാളെ നമുക്ക് അവിടെ കാണാട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താടാ എന്താടാ ഈ കാണിക്കുന്നത്? ഷെരീഫേ, നാളെ എത്ര മണിക്കാ ഫ്ലൈറ്റ്? 6:30 ഫ്ലൈറ്റ് ഡയറക്റ്റ് ദുബായ്. അതാ നേരത്തെ പോകണ്ട, ബ്ലോക്ക് ഉണ്ടാവും. എടാ ഫ്ലൈറ്റ് മേന വഴിയല്ല പത്മ വഴിയാണ് പോണത്. ഒന്ന് പോകണം. അവിടെ പോയിട്ട് എന്നെ വിളിക്കണം കേട്ടാ. ഞാൻ ദിവസം 3 വട്ടം വിളിക്കും. 499 രൂപ എനിക്ക് ചാർജ് ചെയ്ത് തന്നില്ലെങ്കിൽ ഞാൻ വിളിക്കൂലട്ടോ. പറഞ്ഞില്ല എന്നോട്ടാ. എടാ നവാസേ, രാവിലെ വന്നേക്കണം. ഞാൻ രാവിലെ അവിടെ ഉണ്ടാവും. ഓക്കെ. നവാസേ, എയർപോർട്ടിലേക്ക് ലാംബട്ടർ ഓട്ടോറിക്ഷ 50 കിലോമീറ്റർ എങ്കിൽ ബജാജ് ഓട്ടോയ്ക്ക് എത്ര കിലോമീറ്റർ വരും? ബജാജ് ഓട്ടോറിക്ഷയ്ക്ക് 100 കിലോമീറ്റർ. ഒന്ന് പോടാ പോന്ന്. മിണ്ടല്ലേ ഐഷയുടെ ഫോൺ. ഹലോ, ഒന്നും പേടിക്കണ്ട ഐഷു, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ശരി, നോക്കി. കല്യാണത്തിന് മുമ്പേ ഇങ്ങനെ. ഇതാണ് നമ്മൾ കല്യാണം കഴിക്കാതെ ഒറ്റത്തടിയായിട്ട് നിൽക്കണത്. പക്ഷേ എടാ മജീദെ, നാട്ടുകാര് വേറെ ഒക്കെ ഉള്ളടാ പറയണ മജീദെ. എന്റെ പടച്ചോനെ, നീ അത് പറഞ്ഞുണ്ടാക്കും. ഒന്ന് പോടാ പോന്ന്. ഞാൻ ഓരോ ബൈക്കിനും ഓരോ കുട്ടി ഉണ്ടാവും. 3 ബൈക്കിനും 3 കുട്ടികളുണ്ടായിരിക്കും. പടച്ചോനെ, നീ ഇനി വഴക്കുണ്ടാക്കലട്ടാ. ആ പെണ്ണിന് പെറാതെ നേരം ഉണ്ടാവുള്ളൂ. വണ്ടി ഒന്ന് ഒതുക്കിയടാ. വണ്ടി നിർത്തി തന്നേക്കാം. ഞാൻ ഇപ്പൊ എയർപോർട്ട് എത്താറായി. അങ്ങനെ നവാസ് പുത്രാജി ആട്ട് ആരകട് വാ വക്കീലേ. വാ കേറ്. കണ്ടുപിടിക്കല്ലേ ഓട്ടോ കേറ് മനുഷ്യ. വക്കീലെന്താ പെണ്ണെട്ടാത്ത്? പണ്ട് ഞാൻ പ്രേമിച്ചപ്പോ ഒരുത്തി എന്നെ തേച്ച്. അതിന് ശേഷം ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല. അങ്ങനെ ആ ചേച്ചി രക്ഷപ്പെട്ട്. വക്കീലേ, നമുക്കൊരു മധുര 17കാരിയെ നോക്കിയാലോ? നവാസേ, നമ്മളിത് എവിടെ എത്തിയടാ? എടാ നമ്മളിപ്പോ എയർപോർട്ടിലോട്ട് കടന്നോണ്ടിരിക്കല്ലേ. ഐഷു, ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടാ. നീ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഓക്കേടാ, ബൈ. നമസ്കാരം. പ്രധാന വാർത്തകൾ. 2-നെതിരെ 3 ഗോളുകൾക്ക് മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കളായി. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സൂപ്പർ ലീഗ് ജേതാക്കളെ അങ്കമാലി സ്നൂക്കേഴ്സ് ക്ലബ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദരിക്കുന്ന ചടങ്ങ് സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ ലീഗ് അടിച്ചടി. എടീ, ബോംബെ ടീമിനെ കേരള ടീം 3 ഗോളിൽ അടിച്ചടി. അത് നിന്റെ ബാപ്പാക്ക്. അപ്പോഴേ ഞാൻ പോണേണ്. ഞാൻ അവിടെ എത്തിയിട്ട് എല്ലാരും വിളിക്കാട്ടാ. ഓക്കേടാ വക്കീലേ, പോട്ടെന്നാ. പോയിട്ട് വാടാ കോയമോൻ. നവാസ് ബ്രോ, പോട്ടെ. ഞാനും വരണ്ട്.
സൂപ്പർ ലീഗ് ജേതാക്കളെ അങ്കമാലി സ്നൂക്കേഴ്സ് ക്ലബ് ആദരിക്കുന്നു. നമുക്ക് കയറാൻ പറ്റുമോ? എടാ അകത്തല്ല, വെളിയിലാണ്. വെളിയിലാ? ആ, പോടാ, നീ വാ. വരണ്ട. എന്നാ- ഞാൻ എന്നാ പോണു. വാ. ഞാൻ ഇതുവരെ ബാക്കി വാ. കണ്ടിട്ടില്ല. ഹായ് കൂൾ ചങ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി നായർ. 2-നെതിരെ 3 ഗോളുകൾക്ക്, വെറും ഗോളല്ല ഉജ്ജ്വലമായ 3 ഗോളുകൾക്ക് ആതിഥേയരായ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയാണ് ഇക്കുറി നമ്മുടെ കേരളത്തിന്റെ ചുണിക്കുട്ടികളായ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കളായത്. ഫ്ലൈറ്റ് അല്പം ലേറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് താരങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അഭിമാനിക്കാം, ഇത് നമ്മുടെ വിജയമാണ്, നമ്മുടെ മണ്ണിന്റെ വിജയമാണ്, നാം ഓരോരുത്തരുടെയും വിജയമാണ്. 4 പതിറ്റാണ്ടിലേറെ കാലം ഫുട്ബോൾ താരങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു വരുന്ന അങ്കമാലി സ്നൂക്കേഴ്സ് ക്ലബ് ഇക്കുറിയും നമ്മുടെ ഫുട്ബോൾ താരങ്ങളെ ഇവിടെ ആദരിക്കുകയാണ്. എല്ലാവർക്കും അറിയാതെ ഇവിടെ തിരക്ക് കൂടി വരാനും അതുപോലെ തന്നെ കുറച്ച് ഇടം നൽകുക. Hey! You bastard! അവതാരക ലക്ഷ്മി നായരെ പരസ്യമായി കടന്നുപിടിച്ച മട്ടാഞ്ചേരി സ്വദേശി ഷെറിഫ് റിമാൻഡിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കളായ കേരള ബ്ലാസ്റ്റേഴ്സിനെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് അവതാരകയെ യുവാവ് കടന്നുപിടിച്ചത്. മട്ടാഞ്ചേരിയിൽ നിന്നും നമ്മുടെ പ്രതിനിധി റൂപേഷ് ലൈനിലുണ്ട്. ഹലോ റൂപേഷ്, കേൾക്കാമോ? ഹലോ പ്രീത, കേൾക്കാം. റൂപേഷ്, എന്താണ് ഇപ്പൊ കൊച്ചിയിലെ സ്ഥിതിവിശേഷങ്ങൾ? അവതാരകയെ കടന്നുപിടിച്ച ഷെരീഫിന്റെ വൻ പ്രതിഷേധമാണ് ഇവിടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് താൽക്കാലികമായി അവനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതികളെ നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇവിടുത്തെ പോലീസ് അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. താൽക്കാലികമായി ദുബായിലേക്ക് യാത്ര തിരിച്ച ഷെരീഫിന് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതിന്റെ ദുരൂഹതയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് അധികൃതർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഈ കേസുമായി എന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പെൺകുട്ടിയെ കടന്നുപിടിച്ച കേസിൽ രാഷ്ട്രീയ പെരുതമെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത്. അതിനുള്ള പ്രതിഷേധ ജാഥകളും സമരങ്ങളും ഒക്കെയാണ് ഇവിടെ അണിനിരക്കുന്നത്. നന്ദി റൂപേഷ്. മറ്റു വാർത്തകളിലേക്ക്. അവതാരക ലക്ഷ്മി നായരെ കടന്നുപിടിച്ച മട്ടാഞ്ചേരി സ്വദേശി ജാക്കി ഷെരീഫ് എന്ന ഷെരീഫിനെതിരെ യങ് യൂത്ത് വിംഗ് അസോസിയേഷൻ. പ്രധാന വാർത്തകൾ. കൊപ്രയുടെ എക്സൈസ് തീരുവ കുറച്ചു. അവതാരക ലക്ഷ്മി നായരെ കടന്നുപിടിച്ച കേസിലെ പ്രതി ഷെരീഫ് റിമാൻഡിൽ. വാർത്തകൾ വിശദമായി. പെൺകുട്ടികളെ അപകീർത്തിപ്പെടുത്തുന്ന വൻ റാക്കറ്റുകളുമായി പ്രതിക്ക് ബന്ധമുള്ളതായി താൻ സംശയിക്കുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അവതാരക ലക്ഷ്മി നായർ വ്യക്തമാക്കി. പ്രതി വെറും ഷെരീഫല്ല, ജാക്കി ഷെരീഫാണെന്നും ലക്ഷ്മി നായർ കൂട്ടിച്ചേർത്തു. ആകെ നാറ്റക്കേസാട്ടാ. ഓട്ടോഷക്കാരനെ പലരും ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഇനി 3-4 ദിവസത്തേക്ക് ഓടല്ല. എടാ മട്ടാഞ്ചേരിയില്ലേ 6-ാം വാർഡില്ലേ മൗലാന അഫർ റോഡില്ലേ, അതിപ്പോ ജാക്കി ഷെരീഫിന്ന് റോഡാക്കാൻ പോണു. ആടാ എന്നവിടെ പറഞ്ഞിട്ടാണ്. എടാ നീ എന്തോന്നും മിണ്ടാത്ത്? ചതിയടാ, എല്ലാവരും കൂടി അവനെ ചതിച്ചതാ. ആര്? ആ സലാമിന്റെ ആൾക്കാർ വല്ലോണാ? ഏതവനാണെങ്കിലും അല്ലാണ് എന്റെ കയ്യിൽ കിട്ടിയ പടച്ചോനെ തന്നെയാണ് ഞാൻ അവനെ തൊളയിടും. ഞാൻ ജീവിതത്തിൽ അവൻ പിന്നെ എഴുന്നേറ്റ് കിടക്കൂല. ഷോ എടാ, വർഷാപ്പ് നിനക്ക് അറിയാൻ പാടില്ലേ? ജാക്കി ഷെരീഫില്ലേ, അത് തന്നെ നമ്മുടെ ജാക്കി ഷെരീഫിന്റെ വീടിന്റെ 8ാമത്താണ് എന്റെ വർഷാപ്പ് ട്ടാ. അല്ല നമ്മുടെ ഷെരീഫല്ലേ. പ്രധാന വാർത്തകൾ. അവതാരക ലക്ഷ്മി നായരെ കടന്നുപിടിച്ച മട്ടാഞ്ചേരി സ്വദേശി ജാക്കി ഷെരീഫ് എന്ന ഷെരീഫിനെതിരെ യങ് യൂത്ത് വിംഗ് അസോസിയേഷൻ. ഷെരീഫ് ഇതിനു മുൻപ് പല പെൺകുട്ടികളെയും യാതൊരു പ്രേരണയുമില്ലാതെ കടന്നു പിടിച്ചതായുള്ള ശക്തമായ വിവാദവുമായി യങ് യൂത്ത് വിംഗ് ഇക്കുറി പരാതിയുമായി എത്തിയിരിക്കുകയാണ്. വാർത്തകൾ വിശദമായി. മട്ടാഞ്ചേരി സ്വദേശി ജാക്കി ഷെരീഫ് സമയത്താണ് അവൻ ആ പെണ്ണിന്റെ ചന്തി കയറി പിടിച്ചത്. പ്രതിക്ക് കിട്ടാവുന്നതിൽ സമർപ്പിച്ച ഹർജിയിൽ കോടതിയുടെ ഈ തീരുമാനം. അവൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യാനാണ്ടി? ജാക്കി ഷെരീഫ് ചെറ്റ, ഇതവൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പണ്ടേ അറിയാലോ അവനെ, അവൻ്റെ ഉള്ളിലിരിപ്പ്. ഇനി മേലിൽ അവനെ വീട്ടിൽ കയറ്റിയ ഉമ്മ
അത് ഞാൻ പറയുന്നില്ല. നായിൻ്റെ മോൻ. കണ്ണു നിറച്ചൊരു കരിമാനം നെഞ്ചു പരക്കെ പെയ്യുമ്പോ തോരാതിങ്ങനെ കൂടെ ചേർന്നൊരു രാവും കണ്ണു തുടയ്ക്കുന്നു. ഷെരീഫേ, ഷെരീഫേ, എടാ നിനക്ക് ജാമ്യം കിട്ടും. വക്കീല് പറഞ്ഞടാ നിനക്ക് ജാമ്യം കിട്ടുമെന്ന്. ഉണ്ടംപൊരി കിട്ടും. ഒരു പെണ്ണിന്റെ ചന്തിക്ക് പിടിച്ച കേസാ. മിനിമം 10-12 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും അല്ലേ? ഇവന്റെ ഒരു പോക്ക. ഷെരീഫേ, മാറി നിൽക്കടാ അങ്ങോട്ട്. കാര്യങ്ങളൊക്കെ എന്തായി? ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. ആണോ? പ്രായമായ ഉമ്മയും ഒരു പ്ലസ്സാണ്. ആ, വക്കീൽ എങ്ങനെയും ജാമ്യത്തിൽ ഇറങ്ങാം. എടേ, എനിക്കും അതിന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. നീ ഉമ്മാനോടൊന്നും പറയാൻ നിൽക്കണ്ട. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. നീ പോയിക്കോ. ബാപ്പയില്ലാതെ നിന്നെ പാണ്ഡ്യശാലയിൽ അടക്കാക്കളത്തി പണിയെടുത്താടാ ഞാൻ വളർത്തിയത്. ആ ഒരു ഓർമ്മ പോലും നിനക്കില്ലാണ്ട് പോയല്ലോ. പുറത്തിറങ്ങിയ നാട്ടുകാരുടെ 100 ചോദ്യങ്ങള്, കളിയാക്കലും കുത്തുവാക്കും, അതൊക്കെ സഹിക്കാം. മരിച്ചാ കൂച്ചിടാൻ ഒരു തരി മണ്ണ് പോലുമില്ല. എന്നെ നിന്നെ മഹലിന്ന് പുറത്താക്കിയിടാ. എന്റെ കൺവെട്ടത്തിന് കണ്ടുപോരുത്. എവിടെങ്കിലും പോയി ചത്തോളണം. എനിക്കിങ്ങനൊരു മകനില്ല. ഉമ്മ ഇറങ്ങി പോടാ. എടാ, CCTV ദൃശ്യങ്ങളിൽ പെൺകുട്ടിയെ കടന്നു പിടിച്ചതായിട്ടുള്ള ചിത്രങ്ങൾ പതിഞ്ഞിട്ടില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഷെരീഫിനെ ജാമ്യം അനുവദിച്ചത്. അതും താൽക്കാലികം മാത്രം. എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല വക്കീലേ. എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ കേസ് തള്ളിപ്പോവില്ലേ? വാദിഭാഗം പ്രതി തന്നെയാണ് കുറ്റക്കാരനെന്ന് ഉറപ്പിച്ചു പറയുന്നു. വക്കീലേ, ഇവനൊന്ന് രക്ഷപ്പെടുത്താൻ എന്താണ് ഒരു വഴി? അവൾ ആ പെൺകുട്ടി മൊഴിമാറ്റി പറയണം. നമുക്ക് അവളെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചാലോ? ആ വഴിക്ക് ഞാനും ഒന്ന് ശ്രമിച്ചതാണ്. എന്നിട്ട് ഷെരീഫിന് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. അല്ല വക്കീലെ, ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്ര വർഷമാണ്? ചുരുങ്ങിയത് ഒരു 12 വർഷം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. നീ സമാധാനമല്ലേ ഇപ്പൊ? ഷെരീഫേ, ഷെരീഫേ,
അവതാരക ലക്ഷ്മി നായരെ കടന്നുപിടിച്ച കേസിന്റെ വാദം തുടരും. സ്വർണ്ണക്കടത്തുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്നുള്ള വാദം ഉന്നയിച്ച് വാദിഭാഗം നൽകിയ അപ്പീൽ കോടതി പരിഗണിച്ചു. ജാക്കി ഷെരീഫ് കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക്. ജാക്കി ഷെരീഫെ കളിക്കാൻ പറ്റില്ലടാ. വക്കീലേ, ആ CCTV ദൃശ്യങ്ങളൊന്നും എനിക്ക് അയച്ചേ. നോക്കേ. ആ മഞ്ഞ പനി എടുത്താണില്ലേ എന്തൊരു ഇടിയുണ്ടോ. ഞാൻ കണ്ട് നിന്റെ മണിക്കിട്ടൊരു അവന്റെ തലക്കിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സാധനമാണ് ആ ചെറുത്. ഷെരീഫേ പോരാ പാടാ. ഷെരീഫേ പറയണതിനെ കൊണ്ട് നീ ഒന്നും വിചാരിക്കരുത്. കച്ചവടത്തിന്റെ കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കൊറോണയൊക്കെ ആയിട്ട് ഒരു കണക്കിനാണ് ഉന്തി തള്ളിക്കൊണ്ട് പോണത്. അതിന്റെ ഇടയ്ക്ക് ചീത്തപ്പേരും കൂടി ആയ അതുകൊണ്ട് തൽക്കാലം നീ താൻ സംശയിക്കുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അവതാരക ലക്ഷ്മി നായർ വ്യക്തമാക്കി. പ്രതി വെറും ഷെരീഫല്ല, ജാക്കി ഷെരീഫാണെന്നും ലക്ഷ്മി നായർ കൂട്ടിച്ചേർത്തു. ജാക്കി ഷെരീഫേ, എടാ ജാക്കി ഷെരീഫേ, എടാ മനുഷ്യ ശരീരത്തിലെ നഗ്നത മറക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ടെന്നറിയോ? എടാ ഇനി പിടിക്കുമ്പോഴേ നോക്കിയും കണ്ടുപിടിച്ചാ മതി. ഒന്ന് പോടാറാൻ പറഞ്ഞോനെ. വേണ്ടടാ വേണ്ട, വാങ്ങണ്ട് വാ, വേണ്ട വിട്ടുകളാ. ദൈവത്തിൻ്റെ ചാരന്മാർ ഈ ലോകം മുഴുവൻ ചതിയന്മാരാണ്. ചിലർ ചതിയിലമർന്ന് ഇല്ലാതാകുന്നു. സമർത്ഥർ എല്ലാം തരണം ചെയ്ത് രക്ഷപ്പെടുന്നു. ദൈവത്തിൻ്റെ ചാരന്മാർ കവടി നിരത്തിയ പലകൈക്കു ചുറ്റും പാപഗ്രഹങ്ങൾ നൃത്തം ചവിട്ടി കനവു തകർന്നൊരൻ നെഞ്ചിൻ കൂടിതിൽ ചതിതൻ വാടിയ പൂമാല ഇട്ടവൾ തിരിയാത്ത കാലചക്രത്തിൻ ഘടികാരക്കൂടിതിൽ നൊമ്പരപ്പൊള്ളലിൻ തീക്കാറ്റടിച്ചതിൽ ഉയിരോടെ ഉടൽ വെന്തൊരാത്മാവു മാത്രമായി. എടാ ഇന്ന് ആരെയും കണ്ടില്ലല്ലോടാ. നീ എന്താണ് ഈ മൊബൈൽ നോക്കിയിരിക്കണത്? വക്കീലേ, ഇതൊന്ന് നോക്കിയേ. ഹായ് കൂൾ ചങ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി നായർ. ഇനി ഇവനാണോ അവൻ? നീ വേണ്ടാത്ത വയ്യവേലിക്കൊന്ന് നിൽക്കല്ലേ ഷെരീഫേ. ജാമ്യം നീട്ടി കിട്ടുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. പുറത്തു നിന്നാൽ മാത്രമേ നമുക്ക് കേസിൻ്റെ ലൂപ്പോൾസ് അടക്കാൻ പറ്റൂ. ഇനി ഒരു ക്രിമിനൽ കേസ് വന്നാൽ പണി പാളം കെട്ടാ. 4 പതിറ്റാണ്ടിലേറെ കാലം ഫുട്ബോൾ താരങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു വരുന്ന അങ്കമാലി സ്നൂക്കേഴ്സ് ക്ലബ് ഇക്കുറിയും നമ്മുടെ ഫുട്ബോൾ താരങ്ങളെ ഇവിടെ ആദരിക്കുകയാണ്.
ഇനിയൊരു 3 ദിവസം കൂടെ. അത് കഴിഞ്ഞ ജാമ്യം തീരും. ഇവനെ ഞാൻ പോക്കിയിരിക്കും. അവിടെ വെച്ചടാ. എന്താണ് ഡീസന്റ് ആണ്. ഞാൻ കൊച്ചിക്കാരനല്ലേ, ഇതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും എടുക്കണ കണ്ടിട്ടുണ്ടാ? അല്ലാണ്ടൊക്കെ പൈസ ആയിട്ടാണ് വന്നേക്കണത്, അല്ലാണ്ട് ഇവിടെ ഒന്ന് മോഷ്ടിക്കാനല്ല. പൈസ ഉണ്ടൊക്ക ഇത് കണ്ട, പൈസയാണ് ഇരിക്കണെല്ലാം. പന്നിന്റെ മോനെ പന്നി നീ എന്തിനാണ് പന്നി എന്നെ ഓടിക്കണേ? നീയല്ലടാ അവളെ പിടിച്ചത്. പറയടാ. നീലടാ അവളെ പിടിച്ചത്. ഞാനല്ലടാ പന്നി അവളുടെ ചന്തി കുടിച്ചത്. ഞാനവിടെ പോക്കറ്റ് അടിക്കാൻ പോയേണ്ട പന്നി. ഇനി ആരായിരിക്കും? അവന് വല്ലതും
നീ ഇവിടെ തന്നെ അങ്ങോട്ട്. എന്താടാ നീ 2 ദിവസത്തേക്ക് മൊബൈലൊന്നും നോക്കണ്ട. എടാ നിന്നെ കുറിച്ച് ഇന്ന് തന്നെ 6 ട്രോളാണ് ഇറങ്ങിയേക്കണത്. അതൊക്കെ കണ്ട വെറുതെ നിന്റെ മനസ്സ് പണ്ടാറടങ്ങി പോവും. ഞാൻ കണ്ടടാ. എടാ ഇതാ ട്രോള് ശശിയില്ലേ, ആ പന്നിയുടെ മോൻ്റെ പരിപാടിയാണിത്. നിന്റെ കേസ് ഇങ്ങനെ നിൽക്കണ എൻ്റെ പേരിലാണ്. ഇല്ലെങ്കിൽ കണ്ടല്ല അവനെ പന്നിയുടെ മോനെ തോളയിട്ടേനെ. നിനക്കവനറിയാവോ? അറിയാവോന്നാ? ആ പന്നിനെ എനിക്കറിയാടാ. എനിക്ക് നന്നായിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് ആ പന്നിയുടെ മോനെ. എനിക്കൊന്നും അവനെ കാണണോടാ. നിനക്ക് കാണൂടാ? നീ വാടാ, നീ വന്നേ. എടാ ഇവിടെ നിന്ന് റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ നിന്ന് റൈറ്റ്. എവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. നിർത്തടാ. ആ ഇതന്നെടാ. വാ വാ വാ. ഓ, നമ്മുടെ വിലാസിന് ചേച്ചിയുടെ ട്രോളാണല്ല. ഇത് ഞാനൊരു 6.25 ലക്ഷം വരെ കാണിക്കും. സേതുമാധവൻ ചേട്ടൻ എവിടെ? ആ ദേ നമ്മുടെ ജോബി കണ്ണൂർ ചേട്ടൻ്റെ അടുത്ത് കിടക്കണ്. ആ ഇത് ഞാനൊരു പൊളിക്കൻ ചേട്ടാ. പണി ഞാൻ തരാം, അടുത്ത പണി ട്ടാ. മാധവൻ ചേട്ടനെ ഇന്ന് പൊളിച്ച് അടക്കും. ഇത് ഞാനിന്ന് 10-12 ലക്ഷം ആളുകളെ കാണിക്കും. ഇത് പൊരിക്കുന്നൻ. ആ ട്രോളാണോ ഹാക്കാണോ? ആണാണോ പെണ്ണാണോ? ആണാണ്. ക്ലിപ്സ് ഉണ്ടാ? ഉണ്ട്. ആ നേരി ആയിരിക്കും പടി. ട്രോളുമ്പോ തല്ല് കിട്ടാറുണ്ടാ? തല്ല് കിട്ടാറുണ്ടെന്ന് അതേ കിട്ടാറുള്ളൂ. അതല്ല ഞാനിവിടുന്ന് പുറത്തിറങ്ങാത്തത്. പക്ഷെ നല്ല കാശ് കിട്ടും. അതുകൊണ്ടല്ലേ എല്ലാം സഹിക്കണത്. സംഗതി ഉഷാറല്ലേ? പിന്നെ പറയണ. ഈ ജാക്കി ഷെരീഫിന്റെ ട്രോൾ കണ്ടല്ല? അവനിപ്പോ സൂപ്പർ സ്റ്റാർ അല്ലേ? അവനൊക്കെ എത്ര കോടിക്കണക്കിന് ആൾക്കാരാന്നറിയാമോ കണ്ടേക്കണത്. അവനെ വെച്ച് ഞാനൊരു പൊളിക്കും. അവനെ പൊളിച്ചടക്കും. ഇനി ഒരു 3 കുണ്ടിക്ക് കൊടുത്തോടും കിട്ടിയിട്ട് വേണം അവന് മെഗാസ്റ്റാർ ആക്കാൻ. പൊളിച്ചടക്കും ഞാൻ. എന്താണ് കൈ? ഞാൻ തന്നെ ട്രോൾ ചെയ്തിട്ടുണ്ടോ? മജീദേ വേണ്ട. വീട്ടിൽ കയറി വന്നിട്ട് താടി വെച്ചിട്ട് ആൾക്കാരെ ഞാൻ എന്തെങ്കിലും ചെയ്താ? എന്താണ് ഈ ചെയ്യണത്? വെറുതെ എന്റെ പണിയും വെറുതെ കളഞ്ഞില്ലേ? എടാ നിന്റെ ജോബി കണ്ണൂരിന്റെ മറ്റുള്ളവരുടെ ട്രോള് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ട്രോള് നീ ചെയ്തത്. എനിക്ക് ഇനി 2 ദിവസത്തെ ജാമ്യം കൂടി ഉള്ളൂ. ഈ കുറ്റം ചെയ്ത ആരാന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഒരാളെ കൊല്ലാൻ പോലും ഞാൻ മടിക്കൂല. അത് നീ ആവരുത്. ഇവനെ കൊണ്ട് ഞാൻ ഇവന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. മജീദേ ഇയാളെന്താണ് ഇങ്ങനെ? ശശി സത്യം പറയണം, നിനക്ക് ആ വീഡിയോ ക്ലിപ്പ് എവിടെ നിന്ന് കിട്ടിയത്? ഇയാൾക്ക് എന്തിനു സുഖമാണ്? വന്നപ്പോ തുടങ്ങിയാണല്ലോ പണ്ടുകാനായിട്ട്. മര്യാദക്ക് കൊടുക്കാം, സംസാരിച്ചാൽ മതി. ബടി അവിടെ ഇരുന്ന ബടി. നമ്മുടെ സ്നൂക്കേഴ്സ് ക്ലബിൻ്റെ പരിപാടിക്ക് വീഡിയോ എടുത്തത് ആ ചടയൻ വിനോദായിരുന്നു. അവനെടുത്തതാണെങ്കിൽ ചടയനല്ലേ, ഒന്നും എടുത്തിട്ടും അങ്ങോട്ട് ശരിയാവണില്ല. 2-നെതിരെ 3 ഗോളുകൾക്ക്, വെറും ഗോളല്ല ഉജ്ജ്വലമായ 3 ഗോളുകൾക്ക്. ഞാൻ അതിന്റെ ടെൻഷനിലിരിക്കുന്ന സമയത്താണ് ഇയാളുടെ ഒടുക്കത്ത മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് പണ്ടാറം. ബടേ ഈ CCTV അല്ല അവരുടെ ഒപ്പൊപ്പ് വിചാരിച്ചാലും അടിയിക്കിടി പോണ കാര്യങ്ങളല്ലേ, അതൊന്നും കിട്ടാൻ പോളില്ല.
അത് ഞങ്ങളെപ്പോലുള്ള ട്രോളർമാരും ആക്കർമാരും വിചാരിച്ചാൽ നടക്കും. ഇപ്പോൾ വിനോദ് ചടൻ വിനോദ് കണ്ടില്ലേ പിടിച്ചിട്ട് ഒന്നും കിട്ടാൻ പോലുള്ള. എടാ നീ ഒരു കാര്യം ചെയ്, ആ ചടയൻ വിനോദിന്റെ ക്ലിപ്പിംഗ് കൂടെ ആക്കി കൊടുക്കട വന്നിട മോനെ. താനൊന്നും മിണ്ടാണ്ടിക്കടോ. ബടി ആ മൊബൈൽ നമ്പർ കിടന്ന്. പിടിച്ചോ. അയ്യോ ഷോ, അത് കളഞ്ഞ ഇത് വിലാസിനി ചേച്ചിയുടെ ആയിപ്പോല്ല. ഷോ, ഇന്ന് 42 ട്രോളുള്ളതാണ്. ബടി നിൽക്ക്, ഞാനിപ്പോൾ തരാം. കേറിയാ? പെണ്ണുങ്ങള് കരിയോല ഒഴിച്ച വരില്ല, നിന്നെ ഞാൻ പെട്രോൾ ഒഴിച്ച് ഞാൻ പച്ചക്ക് എത്തിക്കും കേട്ടാ. പന്നിടമോണ് താൻ കുറെ ഉണ്ടാക്കും. താനൊന്ന് പോടോ. മറ്റന്നേ തൻ്റെ ട്രോള് ഞാൻ ഇറക്കും. 19 കോടി ആൾക്കാരെ കൊണ്ട് ഞാൻ കാണിക്കും. കണ്ടോ താൻ? എടാ ട്രോളിനാണെങ്കിലും അവൻ പറഞ്ഞ നേരം ട്ടാ, ഇതിൻ്റെ അകത്തൊന്നുമില്ല. എടതൊന്ന് നോക്കിയേ. ആതിഥേയരായ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയാണ് ഇക്കുറി നമ്മുടെ കേരളത്തിന്റെ ചുണിക്കുട്ടികളായ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കളായത്. നമുക്ക് അഭിമാനിക്കാം, ഇത് നമ്മുടെ വിജയമാണ്. നമ്മുടെ വിജയമാണ്. നാം ഓരോരുത്തരുടെയും വിജയമാണ്. ഫുട്ബോൾ താരങ്ങളെ സ്വീകരിച്ചു വരുന്ന അങ്കമാലി സ്നൂക്കേഴ്സ് ഇക്കുറി ഫുട്ബോൾ താരങ്ങളെ ഇവിടെ അതൊന്നും എനിക്കറിയില്ല. ജാമ്യം തീരാൻ 2 ദിവസം. ഇനി ഇവനാണ് എൻ്റെ ലക്ഷ്യം. എടാ മജീദേ, അവന്റെ വല്ല വിവരം ഉണ്ടോടാ? ഞങ്ങളെല്ലായിടത്തും തിരക്കണ്ടുമാ. അവൻ വരും. അവൻ വരാണ്ട് അവിടെ പോകാനാണ്. ഞാൻ അവന് ഒരുപാട് വഴക്ക് പറഞ്ഞു. വായി തോന്നിയതും മുഴുവനും പറഞ്ഞു. വെറുതെ ആവശ്യമില്ലാത്ത ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ച് അസുഖം ഉണ്ടാക്കി വെക്കണട്ടാ. അവൻ വല്ല കടുങ്കയും. എനിക്കും ആ സംശയമില്ലാതില്ല. എറണാകുളത്ത് വെച്ചേ എൻ്റെ കൂട്ടുകാരന്മാരെ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു 10-150 പ്രാവശ്യം വിളിച്ച്, അവനൊന്നും എടുക്കണ്ടേ? കൊണ്ടോ. ഹലോ ഹലോ ഹലോ. ശേ, അവൻ കട്ടാക്കി കളഞ്ഞു. എല്ലാ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്.
സെബാസ്റ്റ്യൻ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? കുറേ നാളായല്ലോ കണ്ടിട്ട്. ഇത് കയ്യിൽ വെച്ചോളൂ കേട്ടോ. ആ ബ്രിട്ടോ ബ്രിട്ടോയ്ക്ക് സുഖമായിട്ടിരിക്കണോ? സുന്ദരനായിട്ടുണ്ടല്ലോ. ഇത് ബ്രിട്ടോ കയ്യിൽ വെച്ചോളൂ കേട്ടോ. അയ്യോ, താഴ്ത്തു കയ്യിൽ വെച്ചോളൂ. ഓക്കെ. എന്തുണ്ട് മോനെ, സുഖാണോ? അച്ഛനോട് സുഖമായിട്ടിരിക്കണോ? എന്ത് പറ്റി? എന്താണ് ചേട്ടാ? ഞാൻ ഇവിടം വരെ ഒന്ന് വന്നത് അപ്പം നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് അതുകൊണ്ടാണ്. അത് ഈ ഒരു അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാൽ ആ ശരി. നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കും. ഞാനിപ്പോൾ തന്നെ കേട്ടോ. ഓക്കെ. ആരാ? എൻ്റെ പേര് ഷെരീഫ്. വരൂ. ദുഷിച്ച ഈ മാധ്യമ പ്രസ്ഥാനങ്ങളോട് എനിക്കൊരു മറപ്പും വെറുപ്പുമാണ്. കുറ്റവാളികളെ രക്ഷിക്കാനും നിരപരാധികളെ ശിക്ഷിക്കാനും മാത്രമാണ് ഇന്നത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം തന്നെ ഞാൻ ഉപേക്ഷിച്ചത്. ഭാര്യയുടെ വിയോഗം എന്നിൽ വല്ലാത്ത ഒരാഘാതമാണ് സൃഷ്ടിച്ചത്. ഷെരീഫ് എന്നെ തെറ്റിദ്ധരിച്ചത് തികച്ചും സ്വാഭാവികം മാത്രം. പക്ഷെ ഞാനല്ല ഷെരീഫ് അത് ചെയ്തത്. ഷെരീഫെ, നിന്റെ നിരപരാധിത്വം എന്തെങ്കിലും തെളിയും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തോടെ എൻ്റെ ജാമ്യം തരും. നീണ്ട 12 വർഷം അകത്ത്. പോട്ടെ സാറേ. ഷെരീഫെ, നിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വിളിക്കാം. ഹലോ. ഹാ ഷെരീഫ്, ഞാൻ നിനക്കൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിനക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടട്ടെ.
എടാ ഷെരീഫേ, നീ ഇതെവിടെയായിരുന്നടാ? എടാ അറ്റ്ലീസ്റ്റ് ഒരു വാക്കെങ്കിലും നീ ഞങ്ങളോട് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ? ഞങ്ങൾ എല്ലാവരും എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? എടാ നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ? ശരിയല്ല നീ ചെയ്തത്, വളരെ മോശം. നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ലല്ലോ ഷെരീഫേ. വക്കീലേ, ഇതൊന്നും നോക്ക്. എന്താണിത്? ഷെരീഫേ, എല്ലാവർക്കും അറിയാലോ ഇവിടെ തിരക്ക് കൂടി വരികയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഇടം നൽകുക.